ഈ ഒരു കമ്പി കഷ്ണത്തിലെ തുരുമ്പ് കണ്ടോ? ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കളയാമെന്ന് നോക്കിയാലോ? അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇനി വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സാധാ പച്ചവെള്ളം തന്നെയാണ്. അങ്ങനെ ഇതിനകത്ത് ഞാൻ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പതിയെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യാം. അങ്ങനെ ഈ വെള്ളത്തിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ നല്ലതായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 2 കമ്പിയുടെ കഷ്ണം ഞാൻ ഇതുകൊണക്ക് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിലൊരു കമ്പി കഷ്ണത്തിന് ഞാൻ ഇതുകൊണക്കൊരു കമ്പിയുടെ പീസ് ഇതുകൊണക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അടുത്ത കമ്പിയുടെ അറ്റത്തോട്ട് നമുക്ക് തുരുമ്പ് കളയേണ്ട ആ കമ്പി കഷ്ണം കൂടെ ഇതുകൊണക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതുകൊണക്കൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അഡാപ്റ്ററിൻ്റെ ഔട്ട് വരുന്ന ലൈനിൽ ഞാൻ ഇതുകൊണക്കൊരു ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഫീമെയിൽ സോക്കറ്റിൻ്റെ മുമ്പത്ത് പോസിറ്റീവും നെഗറ്റീവും വരുന്ന ടെർമിനൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ അഡാപ്റ്റർ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നമുക്ക് തുരുമ്പില്ലാത്ത ഈ കമ്പിയിലോട്ടും നെഗറ്റീവ് ടെർമിനൽ ഈ തുരുമ്പുള്ള ഈ കമ്പിയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളിത് കണക്ട് ചെയ്തപ്പോഴത്തേനകത്ത് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 1 hour later. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒരു തുരുമ്പ് പിടിച്ച കളറായിട്ടുണ്ട് വെള്ളം. ഇപ്പോഴും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, കൊമളയൊക്കെ വരുന്നുണ്ട് നല്ലതായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അഡാപ്റ്റർ ഊരി മാറ്റാം. അങ്ങനെ അഡാപ്റ്ററെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. അടിപൊളി ഗൈസ്, കണ്ടില്ലേ? നല്ല വൃത്തിക്ക് തുരുമ്പൊക്കെ പോയിട്ടുണ്ട്. നമ്മളിനി തൊട്ടപ്പുറത്ത് മുക്കിയിട്ട് ആ ഒരു കമ്പിയോടെ നമുക്ക് പൊക്കി നോക്കാം. ഇതിലോട്ട് തുരുമ്പൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് തുരുമ്പ് കളയിട്ട കമ്പി ഇച്ചിരി നല്ല വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. കണ്ടില്ലേ ഗൈസ്, ആ തുരുമ്പെല്ലാം പോയിട്ട് നല്ലതായിട്ട് വൃത്തിയായത് കമ്പി. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരും നമ്മുടെ കൈ കൊണ്ടൊക്കെ തുരുമ്പ് കളയാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാത്ത ആളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.